ധർമ്മസ്ഥലയിലെ ജനങ്ങൾക്ക് വേണ്ടി നീതി നടപ്പിലാക്കാൻ ഇറങ്ങിത്തിരിച്ച നേതാവാണ് ഒരു വ്യക്തിയാണ് മനാഫ്. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ മനാഫിന് ആര് നീതി വാങ്ങിക്കൊടുക്കുമെന്നാണ് നോക്കുന്നത്. താമസിയാതെ തന്നെ അദ്ദേഹത്തെ പൊക്കി കർണാടക പോലീസ് പൊക്കി ജയിലിലിടുന്ന കോള് കാണുന്നുണ്ടല്ലോ. ഈ ധർമ്മസ്ഥലയിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന വിഷയം അത് പുതിയ മാനങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ് ആ കേസ്. അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസമായി അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുകയാണ്. ഈ വിഷയം തൻ്റെ യൂട്യൂബിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന കേരളത്തിൽ ചർച്ചയാക്കിയ ഈ കോഴിക്കോടുകാരൻ മനാഫ്, ലോറി ഉടമ കൂടിയായ, ഷെല്ലൂരിൽ മണ്ണിടിച്ചിലിൽ നദിയിലേക്ക് മറിഞ്ഞ് നമ്മുടെ അർജുൻ എന്ന ഡ്രൈവർ ഓടിച്ചിരുന്ന ലോറി, മനാഫിൻ്റെ ഉടമസ്ഥതയിലുള്ള ലോറിയാണ് അർജുൻ ഓടിച്ചിരുന്നത്. ആ ലോറിയാണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയത്. അത് പിന്നീട് അതൊക്കെ അറിയാം നമുക്ക്. അതിനെ ചൊല്ലി ഉണ്ടായ വിവാദം തന്നെ വളരെ വലുതാണ്. അന്നേ മനാഫിനെ സൂക്ഷിക്കണം എന്ന് നിരവധി ആൾക്കാർ അന്ന് ചാനലുകളിലും മറ്റും ചർച്ചയ്ക്കിടെ പറഞ്ഞതാണ്. എന്തായാലും ആ മനാഫാണ് ഇപ്പോൾ ഈ ധർമ്മസ്ഥലയിലെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നു, മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്നു എന്ന വാർത്തയുമായിട്ട് കേരളത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. നമ്മുടെ മലയാളം മാധ്യമങ്ങളൊക്കെ ഈ വിഷയം ഏറ്റെടുത്തു. കാരണം സനാതനധർമ്മത്തെ, ഹിന്ദുത്വത്തെ അവഹേളിക്കാൻ കിട്ടുന്ന ഒരവസരവും അവരാരും ഉപേക്ഷിക്കാറില്ല, വെറുതെ വിടാറില്ല. വളരെ കൃത്യമായിട്ട് അതിനെ മുതലെടുത്തുകൊണ്ട് ഈ എന്താ പറയുക, സനാതനധർമ്മ വിശ്വാസികൾ വലിയ കുഴപ്പക്കാരാണ്, ഇത്തരത്തിലുള്ള സ്ത്രീപീഡകരാണ്, പെൺകുട്ടികളെയൊക്കെ ഇങ്ങനെ മാനഭംഗപ്പെടുത്തി കൊന്നു കുഴിച്ചിടുന്നവരാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ന്യായങ്ങളാണ് അവർ നിരത്തിയത് ചാനൽ ചർച്ചകളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ അന്വേഷണം മുന്നോട്ട് പോകുന്തോറും ഈ ശവം കുഴിച്ചിട്ടു എന്ന് പറയുന്ന ആൾ ചൂണ്ടിക്കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ കുഴിച്ചു നോക്കിയിട്ട് അവിടെ ഒരു ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് സ്ഥിതി. അവിടെ ഒന്നും മൃതദേഹം പോയിട്ട് അതിൻ്റെ ഒരു എല്ലിൻ കഷ്ണം പോലും കാണാനില്ല. അയാൾ കൊണ്ടുവന്ന മൃതദേഹാവശിഷ്ടങ്ങൾ, ഒരു തലയോട്ടിയും മറ്റുമൊക്കെ അയാൾ കൊണ്ടുവന്നിരുന്നു. അത് ഒരു സ്ത്രീയുടേതാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് പരിശോധിച്ചപ്പോൾ പുരുഷൻ്റേതാണെന്ന് തെളിഞ്ഞു. അങ്ങനെ പോലീസ് ആകെ കൺഫ്യൂഷനിലായി. അവസാനം ഈ ഇൻഫോർമറെ, ഈ ശവം കുഴിച്ചിട്ടു എന്ന് പറയുന്ന ആളിനെ മാപ്പുസാക്ഷിയായിരുന്നത് മാറ്റി പ്രതിയാക്കി പോലീസ് അന്വേഷണം തുടങ്ങി. അങ്ങനെയാണ് ചിന്നയ്യ ഈ കേസിൽ ആദ്യം അറസ്റ്റിലാകുന്നത്. ആ ചിന്നയ്യയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ ഗൂഢാലോചനയുടെ ചുരുൾ നിവരുന്നത്. അത് ധർമ്മസ്ഥലയെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വലിയ കെട്ടുകഥയുടെ ഭാഗമാണ് എന്ന് കൃത്യമായിട്ടും പോലീസിന് മനസ്സിലാകുന്നത്. തുടർന്ന് പോലീസ് അതിൻ്റെ നടപടികളിലേക്ക് കടന്നു. നമുക്ക് പോലീസ് നൽകുന്ന വിവരങ്ങളേ ഉള്ളൂ. നാളെ പോലീസ് പറയുകയാണ്, അല്ല ഞങ്ങൾക്ക് മൃതദേഹം കിട്ടി, അത് പരിശോധിച്ചു, സ്ത്രീയുടേതാണ് എന്ന് പോലീസ് തിരിച്ചറിഞ്ഞു, തെളിവുകളുണ്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് അങ്ങനെ റിപ്പോർട്ട് ചെയ്യും. ഈ ഗൂഢാലോചനയും ബന്ധപ്പെട്ട് പലരും ചോദ്യം ചെയ്യുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം മനാഫ് തന്നെ കേരള പോലീസിന്റെ സഹായം തേടിയിട്ടുണ്ട്. അദ്ദേഹം തിങ്കളാഴ്ച ഹാജരാകുമ്പോൾ പോലീസും കൂടി പോകണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിനാണ്? ഈ കർണാടകയിലെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തിയ ഈ വ്യാജ പ്രചാരണത്തിൽ കർണാടക പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ, ഈ ചോദ്യം ചെയ്യാൻ വിളിച്ചിരിക്കുന്നത് മനാഫിൽ ഇക്കാര്യത്തിൽ മനസ്സറിവുണ്ട്, മനാഫ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിന്റെ തെളിവ് കർണാടക പോലീസിന് കിട്ടിയിട്ടല്ലേ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മനാഫിന്റെ കൂർമ്മ ബുദ്ധിയാണ്. അദ്ദേഹം പറയുന്നത് എന്നോടൊപ്പമാണ് RSS. കാരണം RSS ഒരു ഭാഗത്ത്, ക്ഷേത്ര ട്രസ്റ്റ് ഒരു ഭാഗത്ത്, RSS എന്റെ ഭാഗത്ത് നിന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് രാഷ്ട്രീയത്തെ കുറിച്ചും കുത്തിത്തിരിപ്പിനെ കുറിച്ചും വ്യക്തമായ ഒരു അജണ്ട അങ്ങ് കയ്യിലിരിക്കുന്നു. RSS ഒന്നും അല്ല. RSSന്റെ ജോലി ചെയ്യും, അവരുടെ പ്രവൃത്തി ആയിട്ട് മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞ 100 വർഷത്തിന്റെ വശത്താണ്. നമ്മളെല്ലാവരും RSSന്റെ വശത്താണല്ലോ. 100 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. രാഷ്ട്ര നിർമ്മാണമാണ് അവരുടെ ലക്ഷ്യം. നമുക്കും ഒക്കെ അത് തന്നെയാണ്. നമ്മളെല്ലാം നമ്മുടെ മാതൃഭൂമിയെ സ്നേഹിക്കുന്നു, നമ്മുടെ രാഷ്ട്രത്തെക്കുറിച്ച് അഭിമാനമുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ RSSനോടൊപ്പം ചേരുന്നവരാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഇവിടെ അതല്ലല്ലോ വിഷയം. RSSും BJPയും ഒന്നും അല്ലല്ലോ വിഷയം. ഇവിടെ ഒരു ക്രൈം നടന്നു എന്ന് പറയുന്നു. അത് അന്വേഷിച്ച് പോലീസ് ചെല്ലുമ്പോൾ ഈ ക്രൈം, അങ്ങനെ ഒരു സംഭവമേ അവിടെ നടന്നിട്ടില്ല, അതിൻ്റെ ഒരു തെളിവുകളും കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഇവരെന്തിനാണ് ഈ ആരോപണം ഉന്നയിച്ചത് എന്ന് പോലീസിന് അന്വേഷിക്കണ്ടേ? അതിനുള്ള ബാധ്യത പോലീസിനില്ലേ?
ഇത് വെറുതെ ഒരുത്തം വന്ന് ഒരു സുപ്രഭാതത്തിൽ പറയണത് എയർപോർട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ട് കേട്ടോ. പോലീസ് അവിടെ മുഴുവനും അരിച്ചു പറക്കുന്നു, ബോംബ് കണ്ടെത്തുന്നില്ല. രാവിലെ 11 മണിക്ക് പൊട്ടുമെന്ന് പറഞ്ഞു, രാത്രി 11 മണിയായിട്ട് പൊട്ടിയില്ല. അപ്പോൾ ഈ ഇൻഫോം തന്ന ആള് പോലീസിനെ അറിയാവുന്ന ആളാണെങ്കിൽ പോലീസ് അത് അന്വേഷിക്കേണ്ട. ഇയാൾ എന്തിനാണ് ഈ വ്യാജമായ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയത് എന്ന് അന്വേഷിക്കണ്ടേ? അതിനുള്ള ബാധ്യത പോലീസിനില്ലേ? പോലീസ് അവരുടെ ജോലിയാണ് ചെയ്യുന്നത്. ഇനി കർണാടക പോലീസിനെ കണ്ടാൽ കേരള പോലീസിനെ കണ്ടാൽ കർണാടക പോലീസ് വരണ്ട് മൂത്രം ഒഴിക്കുമോ പാൻ്റെ കൂടെ? അവര് വന്ന് സുഖമായിട്ട് പൊക്കിക്കൊണ്ട് പോവും. മനാഫല്ല മനോജായാലും ശരി, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആലോചിക്കണം. ഇതൊക്കെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയും കുറച്ച് കാശ് കിട്ടുമെന്നൊക്കെ അറിഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കൊണ്ട് തലവെച്ചാൽ ഇങ്ങനെയൊക്കെയാണ്. അത് വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുക, ഒരു ക്ഷേത്രത്തെ തകർക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ട്രസ്റ്റിനെതിരെ വ്യാജമായിട്ട് ആക്ഷേപങ്ങൾ ഉന്നയിക്കുക. ഇതൊക്കെ ഇവർ വിചാരിച്ചത് കേരളത്തിൽ ഇതൊക്കെ നടക്കും. ഇവിടെ പിന്നെ നാളെ അയ്യോ ഞാൻ അറിഞ്ഞില്ല, എനിക്ക് മാപ്പ് നൽകണം, തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ കേരള പോലീസ് ക്ഷമിക്കുമായിരിക്കും. പക്ഷെ കർണാടക പോലീസും തമിഴ്നാട് പോലീസും ഒന്നും ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പോലീസ് മാനം മര്യാദയ്ക്ക് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇനി അത് കേട്ടില്ലെങ്കിൽ അവർ കോടതിയിൽ നിന്ന് വാറണ്ടുമായിട്ട് വരും, പൊക്കിക്കൊണ്ട് പോകും. താമസിച്ചാൽ ഇടിയുടെ എണ്ണം കൂടും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് കൂടുതലൊന്നും സംഭവിക്കാനില്ല. എന്തായാലും മനാഫ് കുറ്റവാളിയാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. മനാഫ് ഉന്നയിച്ച ആരോപണം അദ്ദേഹം പറയുന്ന പഴയ നിലപാട് തന്നെയാണ്. അവിടെ അല്ല, അതായിക്കോട്ടെ, നമുക്ക് ഒരു വിരോധമില്ല. അവിടെ അങ്ങനെ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണമെന്നേ ഞാൻ പറയുന്നത്. ഇവിടെ ധർമ്മസ്ഥലയിലെ ട്രസ്റ്റിനും ട്രസ്റ്റിക്കും ഒന്നും അല്ല. രാജ്യത്തൊരു ക്രൈം നടന്നെങ്കിൽ അതിന്റെ തെളിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ക്രൈം നടക്കാൻ പോകുന്നു, നമ്മൾ പോലീസിനെ അറിയിക്കണം ഉടനെ, ഇല്ലെങ്കിൽ അത് കുറ്റകൃത്യമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച്, ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഇന്ന ക്രൈം നടക്കാൻ പോകുന്നു, ഇന്ന ആള് കൊല്ലപ്പെടും എന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാനത് കൃത്യമായിട്ട് പോലീസിനെ അറിയിക്കണം. ഇന്ന സമയത്ത് ഇന്ന ക്രൈം നടക്കും, ഇന്ന ആളിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞാനും ആ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ മനാഫ് ഇനി ഇതിനകത്ത് കൂടുതലൊന്നും ചെയ്യാനില്ല. മര്യാദയ്ക്ക് കർണാടക പോലീസിനോട് പോവുക, അവിടെ ചെന്ന് കൃത്യമായിട്ട് തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുക, തൻ്റെ കയ്യിലുള്ള തെളിവുകൾ കൈമാറുക. അവരന്വേഷിക്കട്ടെ, അവരന്വേഷിച്ച് സത്യമാണെന്ന് ബോധ്യപ്പെട്ട നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങൾ ആരെയാണ് ഭയപ്പെടുന്നത്? അപ്പോൾ ഇതൊക്കെ വളരെ, അയാൾ തന്നെ പറഞ്ഞു 5 മാസമായിട്ട് ഞാൻ ഇതിന്റെ പുറകെയാണെന്നാ പറഞ്ഞ ഈ വാർത്ത വന്ന ദിവസം അല്ലേ. അങ്ങനെ 5 മാസമായിട്ട് പുറകെ നടക്കുന്ന മനാഫിന് ഈ പറഞ്ഞതുപോലെ തെളിവുകളൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ ഈ കഴിഞ്ഞ 5 മാസം കൊണ്ട്? ഈ ചിന്നയ്യ എന്ന് പറയുന്ന ആളിന്റെ വെളിപ്പെടുത്തൽ സത്യമാണോ കള്ളമാണോ എന്ന് തിരിച്ചറിയാൻ ആയില്ലേ? ഈ നാട്ടിൽ വേറെ അസംഖ്യം യൂട്യൂബർമാരുണ്ട്, മാധ്യമങ്ങളുണ്ട്. നമുക്കെല്ലാം അറിയാം, നമ്മളും ഒക്കെ മാധ്യമ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. ഒരു വാർത്തയുടെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയാൽ അതിൻ്റെ പുറകെ പോയി, അങ്ങനെ നമ്മുടെ മാധ്യമ പ്രവർത്തകർ നിരവധി കേസുകൾ തെളിയിച്ചിട്ടുണ്ട്. അവരുടെ സംഭാവന വളരെ വലുതാണ്. പല കേസുകളും മാധ്യമപ്രവർത്തകരുടെ ഒരു ഇടപെടൽ കൊണ്ട് തുമ്പുണ്ടായ നിരവധി കേസുകളുണ്ട്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. മാഞ്ഞുപോയ പല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആത്മഹത്യയാക്കിയ പല സംഭവങ്ങളും പിന്നീട് കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ജേർണലിസ്റ്റുകളുടെ ഇടപെടൽ കൊണ്ടാണ്, അവരുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. അതവിടെ നിൽക്കട്ടെ. മനാഫി പറഞ്ഞതുപോലെ കേരള പോലീസ് ഒന്നും കൂട്ടുവരും എന്ന് എനിക്ക് തോന്നുന്നില്ല. കേരള പോലീസിന് ജോലി വേറെയുണ്ട്. പിന്നെ RSSകാരെയും കൂട്ടുവിളിച്ചിട്ടൊന്നും കാര്യമില്ല. കർണാടകയിൽ മര്യാദയ്ക്ക് കർണാടക പോലീസിനോട് പോയി ഉള്ള വിവരങ്ങളൊക്കെ കൈമാറുക, തൻ്റെ കൈവശമുള്ള തെളിവുകളൊക്കെ കൈമാറുക. കർണാടക പോലീസ് അത് പരിശോധിച്ചിട്ട് വേണ്ട നടപടിയെടുക്കും. എന്തായാലും നിയമവാഴ്ച ഇല്ലാത്തൊരു രാജ്യമല്ല ഭാരതം. അതുകൊണ്ട് തെറ്റ് ആര് ചെയ്താലും അത് തെറ്റ് തന്നെ, അതിനെതിരെ ശക്തമായ നടപടി വരികയും ചെയ്യും.